രണ്ടാമത്തെ നോട്ടിൽ ഉണ്ട്. ഇതെല്ലാം പത്രപ്രവർത്തകർക്ക്, എല്ലാ പത്രത്തിൻ്റെയും പ്രതിനിധികൾക്ക് ഇവിടെ നിന്ന് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തതിന് ശേഷം കോപ്പി നൽകുന്നതാണ്. പത്രപ്രതിനിധികളല്ലാത്തവർ ആരും ആ കോപ്പി എടുക്കരുത്. അതിന് കണക്കാക്കി മാത്രമേ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. പത്രപ്രവർത്തകർക്ക് എല്ലാം ഇവിടെ നിന്ന് കോപ്പി നൽകുന്നതാണ്. ഈ പ്രകാശന ചടങ്ങ് നിർവഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. ഇനി പത്രസമ്മേളനമാണ്. പത്രസമ്മേളനത്തിന് ഇരിക്കേണ്ടവർ മാത്രമേ ഇവിടെ ഇരിക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്കെല്ലാം പുറത്തേക്ക് പോവാം. ഇത് മുഖ്യമന്ത്രിയുടെ അതും കൂടിയും ചെയ്തോളന്നല്ല, അത് പറയണ്ടെങ്കിൽ. ഒരു കാര്യം കൂടിയുണ്ട്, വെബ്സൈറ്റ് പ്രകാശനം കൂടിയുണ്ട്. അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിറവേറ്റും. നിങ്ങളാരും പറയണ്ടേ? ഇതുകൂടി കഴിഞ്ഞു. ഇതധിക സമയമുണ്ടോ? പത്രസമ്മേളനം ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ആരംഭിക്കാം അല്ലേ? ഇന്ന് അല്പം വൈകിപ്പോയി, പക്ഷേ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണല്ലോ കഴിഞ്ഞത്. അതിനെക്കുറിച്ച് പിന്നീട് പറയാം. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തെ അനുഭവമെടുത്താൽ നമ്മുടെ കേരള ചരിത്രത്തിലുണ്ടായത് ഒരു സാധാരണ ഭരണകാലമല്ല. ഒരു സമൂഹത്തിൻ്റെ ആത്മവിശ്വാസം പുനർനിർമ്മിക്കുന്ന കാലമായിരുന്നു. വികസനത്തിൻ്റെ പുതിയ
പാത തുറന്ന കാലഘട്ടമാണ്. 2016 LDF അധികാരത്തിൽ വരുമ്പോൾ കേരളം നേരിട്ടത് ഒരു ഭാഗത്ത് കടുത്ത സാമ്പത്തിക പരിമിതികൾ, അതോടൊപ്പം വൻതോതിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, സാമൂഹ്യ സുരക്ഷാ മേഖലയിലെ ഒട്ടേറെ വെല്ലുവിളികൾ, ഇതെല്ലാം നിലനിന്ന ഘട്ടമായിരുന്നു അത്. ഈ ഘട്ടത്തിൽ LDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇവയ്ക്ക് പരിഹാരം കാണാനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. നല്ല രീതിയിൽ ഓരോ മേഖലയിലും പരിഹാര നടപടികളുണ്ടായി. പക്ഷേ നമുക്ക് മറ്റൊട്ടേറെ പ്രതിസന്ധികൾ ഈ കാലയളവിൽ നേരിടേണ്ടി വന്നു. അതാണ് 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം, അടുത്ത വർഷമുണ്ടായ അതിരൂക്ഷമായ കാലവർഷക്കെടുതി, തൊട്ടു പിന്നാലെ വന്ന കോവിഡ് മഹാമാരി, അതിനെല്ലാം മുൻപ് ഓക്കിയും നിപ്പയും. ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്തിന് നേരിടേണ്ടി വന്ന കടുത്ത വെല്ലുവിളികളായിരുന്നു. എന്നാൽ ഈ എല്ലാ വെല്ലുവിളികളെയും മറികടക്കാൻ നമുക്കായി. കേരളത്തിന് നല്ല രീതിയിൽ മുന്നേറാനായി. ഇത് കൃത്യമായ ദിശാബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഭവിച്ചത്. LDFന് ഉള്ള രാഷ്ട്രീയ ദർശനം, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിലുള്ള വ്യക്തമായ ദിശാബോധം, അതാണ് നമ്മുടെ സംസ്ഥാനത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇടയാക്കിയത്. വികസനം മനുഷ്യകേന്ദ്രീകൃതമാകണം. നല്ല രീതിയിൽ എല്ലാ വിഭാഗത്തെയും ചേർത്ത് പിടിക്കുന്നതുമാകണം. നമ്മുടെ വികസനത്തെക്കുറിച്ച് LDF ആദ്യമേ തന്നെ പറഞ്ഞിരുന്നത് സാമൂഹ്യ നിരധിഷ്ഠിതമായ വികസനമെന്നാണ്. അതേസമയം സർവതല സ്പർശിയായിരിക്കും. ഇതിൻ്റെ ഭാഗമായി സാമൂഹ്യനീതിയും സാമ്പത്തിക പുരോഗതിയും കൈകോർക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പല സംസ്ഥാനങ്ങളിലും ജനക്ഷേമവും വികസനവും തമ്മിലൊക്കെ ചില വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയും. എന്നാൽ നമുക്ക് രണ്ടും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതാണ് ഇവിടുത്തെ അനുഭവം. ഒരു പ്രത്യേകത സ്ത്രീ ശാക്തീകരണ കാര്യത്തിലാണ്. ഈ ദശാബ്ദത്തിൻ്റെ പ്രത്യേക നേട്ടമായി തന്നെ അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. കുടുംബശ്രീയുടെ ശക്തിയിൽ സ്ത്രീകൾ സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുകയുണ്ടായി.
സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 2017-18 26.5%. എന്നാലത് 23-24 36.4% ഉയർന്നു. അതോടൊപ്പം വീട്ടമ്മമാർക്ക് സാമ്പത്തിക സഹായം, സ്വയം തൊഴിലവസരങ്ങൾ, സേവന മേഖലകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ പങ്കാളിത്തം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമൂഹിക ഘടനയെ വലിയ തോതിൽ സ്വാധീനിച്ചതും മാറ്റിയതുമായ ഇടപെടലായിരുന്നു. സാമൂഹ്യ സുരക്ഷയിൽ വലിയ മുന്നേറ്റമാണ് കേരളത്തിലുണ്ടായത്. ക്ഷേമ പെൻഷൻ 600 രൂപയായിരുന്നത് ഈ 10 വർഷക്കാലത്തെ അനുഭവം എടുത്താൽ 2000 രൂപയായി വർദ്ധിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് മാത്രം എടുത്താൽ 50,000 കോടി രൂപയാണ് ഇതിന് ചെലവഴിച്ചത്. അതേസമയം പട്ടയം 4.5 ലക്ഷത്തിലധികം പട്ടയം വിതരണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. ലൈഫ് മിഷൻ വഴി 5 ലക്ഷത്തിലധികം വീടുകളാണ് നിർമ്മിച്ച് നൽകിയത്. അതിൽ 2 ലക്ഷത്തിലധികം വീടുകൾ പട്ടിക വിഭാഗങ്ങൾക്ക് മാത്രമായി ലഭിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ മത്സ്യത്തൊഴിലാളികൾക്കായി പുനർഗേഹം പദ്ധതി, നമ്മുടെ 60% വീടുകളിലും പൈപ്പ് ജലം എത്തിക്കാൻ നമുക്കായി. ആരോഗ്യരംഗത്ത് വലിയ മാറ്റമാണുണ്ടായത്. ഒന്ന്, തസ്തികകൾ സൃഷ്ടിച്ചതാണ്. ഈ കാലയളവിൽ 10,000-ലധികം തസ്തികകൾ ആരോഗ്യരംഗത്ത് സൃഷ്ടിച്ചു. 13,000 കോടി രൂപ ആരോഗ്യമേഖലയിൽ ചെലവഴിക്കുന്ന നിലയുണ്ടായി. സർക്കാർ ആശുപത്രികളിൽ OP സന്ദർശനം അത് 13 കോടിയായി ഉയർന്നു. ശിശുമരണ നിരക്ക് ഗണ്യമായി കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. രാജ്യത്തെ ആരോഗ്യ സൂചികകളെടുത്താൽ അതിൽ ഒന്നാമതായി നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിൻ്റെ പ്രത്യേകത ആരോഗ്യരംഗം പോലെ തന്നെ ഉള്ളതാണ് വിദ്യാഭ്യാസ രംഗവും. വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധി, തകർന്നു പോകുമെന്ന ആശങ്ക, അതെല്ലാം ദൂരീകരിക്കാനായി. മാത്രമല്ല 11 ലക്ഷത്തിലധികം കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ പുതുതായി ചേരുന്ന അവസ്ഥയുണ്ടായി. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ വിദ്യാഭ്യാസം വ്യാപകമായി നടപ്പാക്കി. 45,000 ക്ലാസ് മുറികളാണ് സ്മാർട്ട് ക്ലാസ് റൂമുകളായത്. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ദേശീയ തലത്തിൽ നല്ല മുന്നേറ്റം കൈവരിക്കാനായി. അടിസ്ഥാന സൗകര്യ രംഗത്ത് ഏകദേശം 2 ലക്ഷം കോടി നിക്ഷേപ പദ്ധതികളാണ് നടപ്പാക്കിയത്.
ദേശീയപാത വികസനം, വിഴിഞ്ഞം തുറമുഖം, K-ഫോൺ, ഇവയെല്ലാം കേരളത്തിൻ്റെ ഭാവി സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയായി മാറുകയുണ്ടായി. വലിയ മാറ്റം വ്യവസായ രംഗത്തുണ്ടായി. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്തെ തന്നെ ഒന്നാം സ്ഥാനം കേരളത്തിന് ലഭിച്ചു. IT മേഖലയിൽ തൊഴിൽ 26,000 നിന്ന് 2.5 ലക്ഷമായി ഉയർത്താനായി. സ്റ്റാർട്ടപ്പുകൾ 800 നിന്ന് 7,700 കൂടുതലായി. 1,96,000 കോടി നിക്ഷേപ വാഗ്ദാനം കൊച്ചിയിലെ ആഗോള നിക്ഷേപ സംഗമത്തിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ദാവോസിൽ ആഗോള സമ്മിറ്റ് നടന്നപ്പോൾ അവിടെ ലഭിച്ച ഓഫർ 1,18,000 കോടി രൂപയുടെ നിക്ഷേപമായിരുന്നു. കേരളമാണ് നിക്ഷേപം സുരക്ഷിതമായിരിക്കുന്ന ഇടം എന്ന് വ്യവസായികളും മറ്റും ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു. ഇതൊക്കെ ചേർന്നുകൊണ്ട് തെളിയിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ LDF ഭരണത്തിൽ പൊതുവെ വളർന്നു വന്ന വിശ്വാസ്യത. എന്താണോ ജനങ്ങളോട് പറയുന്നത് അത് ചെയ്യുന്ന നില എല്ലാവരും പൊതുവെ അംഗീകരിക്കപ്പെട്ടു. രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഏറ്റവും ആധികാരികമായ സ്ഥാപനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണല്ലോ. ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ ഇതിനെയൊക്കെ അംഗീകരിക്കുന്ന നിലയിലാണ് വന്നിട്ടുള്ളത്. 2025 ഡിസംബർ 11 ഹാൻഡ്ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഇന്ത്യൻ സ്റ്റേറ്റ്സ് റിസർവ് ബാങ്ക് പ്രസിദ്ധീകരിച്ചൊരു രേഖയാണ്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ശ്രദ്ധേയമായ വളർച്ചയുണ്ടായി എന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2016 നമ്മുടെ ആളോഹരി വരുമാനം 1,66,246 രൂപയായിരുന്നു. 1,66,246 രൂപ. ഇത് 2024-25 ഇരട്ടിയായിട്ട് വർദ്ധിക്കുകയാണ്. 3,08,338 രൂപയായി വർദ്ധിച്ചു. ആളോഹരി വരുമാനത്തിൻ്റെ വർധനമാണിത്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ GDP നല്ല പുരോഗതി നേടിയതായിട്ടാണ് കാണാൻ കഴിയുക. 5.61 ലക്ഷം കോടി രൂപയായിരുന്നു നേരത്തെ. 5,61,000 കോടി രൂപയായിരുന്നു മൊത്തം GDP. അതിൽ നിന്ന് നമ്മൾ ഇപ്പോൾ എത്തിയത് 12,48,000 കോടി രൂപയായിട്ടാണ്. അപ്പോൾ സാമ്പത്തിക അടിത്തറ ശക്തമായ രീതിയിൽ വികസിപ്പിക്കാൻ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഇത് സാമ്പത്തിക അടിത്തറ ശക്തമായ രീതിയിൽ
വികസിച്ചതിൻ്റെ തെളിവ് കൂടിയാണ്. ഇത് മാത്രമല്ല, വ്യവസായ മേഖലയിലെ മൂല്യവർദ്ധനവ് ഇരട്ടിയിലധികമായി. 2,67,000 കോടി രൂപയായിട്ട് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. മാനുഫാക്ചറിംഗ് മേഖലയിലെ ഉൽപ്പാദനം ചരിത്രത്തിലാദ്യമായി 1,00,000 കോടി രൂപ കടന്നിരിക്കുന്നു. മൂലധന ചെലവ് നാം കാണേണ്ടത് 12,417 കോടി രൂപയിൽ നിന്ന് 35,359 കോടി രൂപയായി. എന്ന് പറഞ്ഞാൽ 3 ഇരട്ടിയായി വർദ്ധിച്ചു. സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം 38,995 കോടി രൂപയിൽ നിന്ന് 84,884 കോടി രൂപയായിട്ട് ഉയരുകയുണ്ടായി. ഒന്നുകൂടി ആവർത്തിച്ച് ഞാൻ പറയാം, റിസർവ് ബാങ്ക് പ്രസിദ്ധീകരിച്ച കണക്കാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് നാം വലിയ പ്രാധാന്യം നൽകിയതിൻ്റെ വസ്തുതകളാണ് ഇത്തരം കണക്കുകളിൽ കാണാൻ കഴിയുന്നത്. ഇപ്പം നമ്മുടെ ബാങ്ക് നിക്ഷേപങ്ങൾ 39,61,000 കോടി രൂപയിൽ നിന്ന് 89,48,000 കോടിയായി ഉയർന്നിരിക്കുന്നു. അപ്പോൾ ജനങ്ങളുടെ സാമ്പത്തിക ശക്തി വർദ്ധിക്കുന്നു. അതോടൊപ്പം ജനങ്ങളുടെ വിശ്വാസവും വർദ്ധിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നിക്ഷേപം ഈ രീതിയിൽ വർദ്ധിച്ചത്. ഈ നേട്ടങ്ങൾ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഭദ്രമായിട്ടുള്ള കാര്യമാണ്. ഈ നേട്ടങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് കേരളത്തിൻ്റെ ഭാവിയെ നിർണയിക്കുന്ന പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കലാണ് വേണ്ടത്. അതിൻ്റെ ഭാഗമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അംഗീകരിച്ച പ്രകടന പത്രിക. പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന് വേണ്ടി വിവിധ രൂപത്തിലുള്ള ജനകീയ സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. വിവിധ വിഭാഗം ജനങ്ങളുമായി നേരിട്ട് നടത്തിയ സംവാദങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കേരള വികസന ജാഥകൾ, അതിൻ്റെ ഭാഗമായി ജില്ലകളിൽ നടത്തിയ ചർച്ചകളുണ്ട്. AKG പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിലെ ചർച്ചകളുണ്ട്. CH ഉദമേനോൻ ഫൗണ്ടേഷൻ നടത്തിയ വികസന കോൺക്ലേവ് ഉണ്ട്. സംസ്ഥാന ആസൂത്രണ ബോർഡ് സംഘടിപ്പിച്ച വിഷൻ 2031 സമ്മേളനങ്ങളുണ്ട്. LDFിൻ്റെ ഘടകകക്ഷികൾ തയ്യാറാക്കിയ രേഖകളുണ്ട്. ഇവയെല്ലാം സംയോജിപ്പിച്ച് 950 നിർദ്ദേശങ്ങളടങ്ങിയ പ്രകടന പത്രികയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ 950 നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായി നേരത്തെ LDF കൺവീനർ പറഞ്ഞതുപോലെ 60 പരിപാടിയായി സംക്ഷിപ്തമാക്കിയിട്ടുണ്ട്. വിശദമായ പ്രകടന പത്രിക അനുബന്ധമായി നൽകിയിട്ടുണ്ട്. അതിനു പുറമെ
അതിൻ്റെ പൂർണ്ണരൂപം QR കോഡ് വഴി ലഭ്യമാകുന്നതുമാണ്. കേരളത്തെ വിജ്ഞാന സമ്പദ്ഘടനയിലേക്ക് മാറ്റുന്ന പ്രവർത്തനം അടുത്ത 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കലാണ് ലക്ഷ്യമിടുന്നത്. അതിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക വളർച്ചയുടെ നേട്ടം കേരളത്തിലെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കും. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പരിഹരിക്കുന്നതോടൊപ്പം വികേന്ദ്രീകൃത ജനാധിപത്യം, മതനിരപേക്ഷത, തുല്യത, പുരോഗമന ചിന്ത ഇവയുടെ എല്ലാം അടിസ്ഥാനത്തിലുള്ള ഒരു സമൂഹം നിർമ്മിക്കലാണ് നമ്മുടെ ലക്ഷ്യം. കേരളത്തെ കേവല ദാരിദ്ര്യരഹിത സംസ്ഥാനമാക്കും. നമുക്കിപ്പോൾ അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ അനുഭവമുണ്ട്. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 5 ലക്ഷം ദരിദ്രരായ കുടുംബങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞാണ് അവരെ ദാരിദ്ര്യത്തിൽ നിർത്താനുള്ള പ്രവർത്തന പദ്ധതി നടപ്പാക്കുക. വരുമാനം, താമസം, വിദ്യാഭ്യാസം, ആരോഗ്യപരിരക്ഷ ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന സമഗ്ര ഇടപെടലായിരിക്കും ഇത്. സാമൂഹ്യ സുരക്ഷയെ പുതിയ ഉയരത്തിലേക്ക് ഉയർത്തുകയും ചെയ്യും. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും 3000 രൂപയായി വർദ്ധിപ്പിക്കും. കിടപ്പ് രോഗികൾക്ക് അവകാശാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ പരിചരണ സംവിധാനം നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വയോജനങ്ങൾക്ക് ആരോഗ്യപരിപാലനവും സമൂഹാടിസ്ഥാനത്തിലുള്ള പിന്തുണയും ഉറപ്പാക്കും. ആരോഗ്യകരമായ വാർദ്ധക്യം എന്ന ആശയം യാഥാർത്ഥ്യമാക്കും. വിദ്യാഭ്യാസവും തൊഴിലും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായി തന്നെ പുനഃസംഘടിപ്പിക്കും. പഠിച്ചാൽ ജോലി ഉറപ്പുവരുത്തും. ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി ഇപ്പോൾ തൊഴിൽ ലഭിക്കുന്നുണ്ട്. ഇത് സർവ്വസാധാരണമാക്കും. 2025-26 60,000 വിദ്യാർത്ഥികൾക്കാണ് പ്ലേസ്മെന്റ് ലഭിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഇതിനെ വികസിപ്പിക്കും. കണക്ട് വർക്ക് സ്കോളർഷിപ്പ് വഴി വിദ്യാർത്ഥികളെ നേരിട്ട് തൊഴിൽ മേഖലയുമായി ബന്ധിപ്പിക്കും. ബാക്ക് ടു ക്യാമ്പസ് പദ്ധതിയിലൂടെ പഠനം പൂർത്തിയാക്കിയ യുവാക്കൾക്ക് പുതുക്കിയ നൈപുണ്യ പരിശീലനം നൽകും. സാധാരണഗതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വിദ്യാർത്ഥികൾക്ക് അവിടെ കയറാൻ വിഷമാണ്. ഇത് നമ്മുടെ സംസ്ഥാനത്തിന് ഗുണകരമായ ഒരു മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്. ബാക്ക് ടു ക്യാമ്പസ് പദ്ധതി അതിൻ്റെ ഭാഗമായി പഠനം പൂർത്തിയാക്കിയ യുവാക്കൾക്ക് പുതുക്കിയ നൈപുണ്യം ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. യുവജനങ്ങളെ തൊഴിലന്വേഷകരായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ആ അവസ്ഥയിൽ നിന്ന് മാറി തൊഴിൽ സൃഷ്ടിക്കുന്നവരാക്കി മാറ്റും. പരിശീലിത വായ്പകൾ നൽകി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ പ്രോത്സാഹിപ്പിക്കും. അവർക്ക് പലിശയുടെ ബാധ്യത ഒഴിവാക്കാനാണ്
പലിശരഹിത വായ്പകൾ ഒരുക്കുന്നത്. കോളേജുകളുമായി ബന്ധിപ്പിച്ചുള്ള ഇൻക്യുബേഷൻ ഹാക്കത്തോൺ, ഇന്നൊവേഷൻ സെൻ്ററുകൾ ഇതെല്ലാം വികസിപ്പിക്കും. ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻ്ററുകളുടെ എണ്ണം ഇപ്പോൾ 40 അത് 120 ഉയർത്താൻ നമുക്ക് കഴിഞ്ഞു. നല്ല വർധനവാണ് ഉണ്ടായത്. ഏകദേശം 2 ലക്ഷം ഉയർന്ന നിലവാരത്തിലുള്ള തൊഴിൽ അവസരങ്ങൾ ഈ മേഖലയിൽ സൃഷ്ടിക്കാനാകുമെന്നാണ് കണക്കാക്കുന്നത്. നമ്മുടെ സ്ത്രീകളുടെ സാമ്പത്തിക പങ്കാളിത്തത്തിൽ ചരിത്രപരമായ ചുവടുവെപ്പാണ് ഉണ്ടാവുക. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 50% ഉയർത്തു. ഇത് സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിൻ്റെ പരിപാടിയാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തൊഴിൽ ശൃംഖലകൾ വികസിപ്പിക്കും. വീടിനടുത്ത് ജോലി ചെയ്യാനുള്ള വർക്ക് നിയർ ഹോം സംവിധാനം നല്ല നിലയിൽ വ്യാപിപ്പിക്കും. നമ്മുടെ സുരക്ഷിത ഗതാഗതം ഉറപ്പാക്കുന്ന നടപടി സ്വീകരിക്കും. കുട്ടികൾക്കായുള്ള ആഫ്റ്റർ സ്കൂൾ കെയർ സംവിധാനങ്ങൾ നല്ല രീതിയിൽ വ്യാപിപ്പിക്കും. സ്കൂൾ കെയർ സംവിധാനങ്ങൾ നല്ലതുപോലെ വ്യാപിപ്പിക്കും. സേവന സംരംഭങ്ങൾ, സാന്ത്വന പരിചരണം, ടെക്നോളജി സേവനങ്ങൾ, വാതിൽപ്പടി സേവനം ഇവയെല്ലാം പുതിയ തൊഴിൽ മേഖലകൾ സ്ത്രീകൾക്കായി തുറക്കുന്ന സ്ഥിതി വരും. നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി അത് കൂടുതൽ ശക്തിപ്പെടുത്തും. കേന്ദ്ര സർക്കാർ നിയന്ത്രണങ്ങൾക്ക് എതിരെ ശക്തമായ നില നാം സ്വീകരിച്ചു വരുന്നുണ്ട്. അത് തുടരുക തന്നെ ചെയ്യും. ആവശ്യമായാൽ സംസ്ഥാന വിഭവങ്ങൾ ഉപയോഗിച്ച് തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്ന നടപടിയും സ്വീകരിക്കും. ഗ്രാമീണ മേഖലയിലെ വരുമാനം ഉറപ്പാക്കുന്നതാണ്. വ്യവസായവൽക്കരണത്തിന് പുതിയ വേഗം നൽകും. 2015-16 10.14% മാനുഫാക്ചറിംഗ് മേഖല. 2024-25 13% ഇത് ഉയർന്നു. 2031 ഇത് 13 നിന്ന് 16% ഉയർത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ വ്യവസായ ഇടനാഴികൾ, ലോജിസ്റ്റിക് ഹബ്ബുകൾ, ക്ലസ്റ്ററുകൾ ഇവയെല്ലാം വികസിപ്പിക്കും. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിട്ടുണ്ട്. അതിൽ കേന്ദ്രീകരിച്ചുള്ള വ്യവസായ വികസനം കൂടുതൽ ശക്തമാക്കും. കൃഷി, മത്സ്യബന്ധനം, പരമ്പരാഗത വ്യവസായങ്ങൾ എന്നിവയെ സംരക്ഷിക്കുകയും നവീകരിക്കുകയും ചെയ്യും. ജലസേചന വികസനം, വിപണന സൗകര്യങ്ങൾ, വിലസ്ഥിരത, പുനരധിവാസം ഇവയെല്ലാം കൂടുതൽ ശക്തിപ്പെടുത്തും. മനുഷ്യ വന്യജീവി സംഘർഷം കുറക്കുന്നതിനുള്ള പ്രത്യേക ഇടപെടലുകൾ നടത്തും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും
ഭിന്നശേഷിക്കാർക്കും കൂടുതൽ കേന്ദ്രീകൃത വികസന പദ്ധതികൾ നടപ്പാക്കും. വിദ്യാഭ്യാസം, തൊഴിൽ, താമസം, സാമൂഹ്യ സുരക്ഷ എല്ലാ മേഖലകളിലും തുല്യത ഉറപ്പാക്കും. പൊതുവിതരണ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തും. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കർശന നടപടികൾ സ്വീകരിക്കും. വിദ്യാഭ്യാസ രംഗത്ത് ഗുണമേന്മ ഉയർത്തും. നൈപുണ്യ വികസനവും ഗവേഷണവും കൂടുതൽ ശക്തിപ്പെടുത്തും. ഉന്നത വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തും. ആരോഗ്യരംഗത്ത് എല്ലാ ജനങ്ങൾക്കുമുള്ള പരിരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തും. നമ്മുടെ സംസ്ഥാനത്ത് മികച്ച ആരോഗ്യ സംരക്ഷണം മുതൽ ഉയർന്ന ചികിത്സ വരെ സർക്കാർ സംവിധാനത്തിലൂടെ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അടിസ്ഥാന സൗകര്യ വികസനം ഇപ്പോൾ നല്ല നിലയിലായിട്ടുണ്ട്. അത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. റോഡുകൾ, വൈദ്യുതി, ജലം, ഡിജിറ്റൽ കണക്ടിവിറ്റി ഇവയെല്ലാം കൂടുതൽ ശക്തിപ്പെടുത്തും. ഫോൺ പോലുള്ള പദ്ധതികൾ വഴി ഡിജിറ്റൽ ഉൾക്കൊള്ളൽ ഉറപ്പാക്കും. ടൂറിസം, IT, സ്റ്റാർട്ടപ്പ് മേഖലകളിൽ കൂടുതൽ വളർച്ച ഉറപ്പാക്കും. കേരളത്തെ വിജ്ഞാന സമ്പദ്ഘടനയാക്കി മാറ്റുന്നതിനുള്ള അടിത്തറ കൂടുതൽ ശക്തമാക്കും. പരിസ്ഥിതി സംരക്ഷണവും വികസനവും തമ്മിൽ സന്തുലിത സമീപനം സ്വീകരിക്കും. ദുരന്ത നിവാരണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തും. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കും. പ്രവാസികളുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനും കൂടുതൽ ശക്തമായ ഇടപെടലുകൾ നടത്തും. അവരുടെ സാമ്പത്തിക പങ്കാളിത്തം സംസ്ഥാനത്തെ നല്ല വികസനത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തും. ജനകീയാസൂത്രണത്തെ പുതിയ ഘട്ടത്തിലേക്ക് ഉയർത്തും. മതനിരപേക്ഷതയും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിന് പ്രതിബദ്ധതയോടെ ഇതേവരെ ഇടപെട്ടിട്ടുണ്ട്, ഇനിയും ഇടപെടും. അഴിമതിരഹിതവും സുതാര്യവുമായ ഭരണ സംവിധാനം ഉറപ്പാക്കും. സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിലപാട് കൂടുതൽ ശക്തമാക്കും. കഴിഞ്ഞ 10 വർഷം നമ്മുടെ കേരളം തെളിയിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, വികസനം സാധ്യമാണ്. മറ്റൊന്ന്, സാമൂഹ്യനീതി സാധ്യമാണ്. ഇതിനെല്ലാം പുറമെ വിശ്വാസം പാലിക്കുന്ന ഭരണവും സാധ്യമാണ്. ഇത് ഈ കാലയളവ് തെളിയിച്ച കാര്യമാണ്. ഇനി മുന്നിലുള്ളത് കൂടുതൽ വളർച്ച നേടുക, ഇതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പായി കണ്ടാൽ പോരാ, നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൻ്റെ ജനങ്ങളെ ചേർത്ത് പിടിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. എല്ലാ കാലത്തും ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ജനങ്ങൾ ഞങ്ങളെയും വിശ്വസിച്ചിട്ടുണ്ട്. ആ വഴിക്ക് തന്നെയാണ് ഇപ്പോഴും LDF സഞ്ചരിക്കുന്നത്. ജനങ്ങളുടെ അതേ വഴിക്ക് തന്നെ. അതുകൊണ്ട് തന്നെ
LDF ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം ജനങ്ങൾ LDF സമ്മാനിക്കുമെന്ന് തന്നെയാണ് LDF കരുതുന്നത്. ഇത്രയാണ് ആമുഖമായി പറയാനുള്ളത്. ബിഷപ്പുമാരുമായി സംസാരിക്കാൻ കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്നുള്ള ഏറ്റവും കുറച്ച് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പുള്ള വാർത്ത. ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടില്ല. അത് മാത്രമല്ല, ഈ പ്രതിപക്ഷം പാർലമെന്റിൽ ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാടിനെ എങ്ങനെയാണ് കാണുന്നത്? FCRAയുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഇത് ഒരു രാജ്യം ആ രാജ്യത്തെ ജനങ്ങളെ ആകെ വിശ്വാസത്തിലെടുക്കണം. ജനങ്ങളിൽ ഒരു വിഭാഗത്തെ സംശയത്തോടെ വീക്ഷിക്കുന്ന നില ഒരു തരത്തിലും ഗുണം ചെയ്യുന്നതല്ല. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സ്വീകരിച്ചു വരുന്ന നില ചില വിഭാഗം ജനങ്ങളിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ കടുത്ത ആശങ്ക നിലനിൽക്കുകയാണ്. ഇതൊരു പ്രത്യേക ഘട്ടത്തിൽ മാത്രം ഉണ്ടായതല്ല, കുറേ നാളായി അത് തുടരുകയാണ്. ഈ ആശങ്ക ലഘൂകരിക്കത്തക്ക നിലപാടുകളല്ല വന്നിട്ടുള്ളത്. ആശങ്ക വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ മാത്രമേ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൂ. അതിലേറ്റവും കടുത്തതാണ് ഈ പറഞ്ഞ FCRA. ഇത് ന്യൂനപക്ഷ വിഭാഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് എന്നാണ് പൊതുവെ ആളുകൾ കാണുന്നത്. അത് ആ നിലക്ക് തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ്റും അത് പങ്കുവെക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിയോടക്കം ആവശ്യപ്പെട്ടത് അടിയന്തരമായി ഇത് പിൻവലിക്കണമെന്ന്. കാരണം നമ്മുടെ നാട്ടിൽ നല്ല നിലക്ക് പ്രവർത്തിക്കുന്ന ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് അവരുണ്ടാക്കുന്ന ലാഭത്തെ കൊണ്ടല്ല. അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആവശ്യമായ സഹായം പല വഴിക്ക് അവർക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ സ്വന്തം ആളുകൾ പല സ്ഥലത്ത് ജോലി ചെയ്ത് നൽകുന്ന സംഭാവനകളുമുണ്ട്. ഇതിനെല്ലാം വല്ലാത്തൊരു ചിത്രം ചാർത്തി അതിനെ തകർക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഒരു കണക്ക് കൊടുക്കാൻ വൈകിപ്പോയാൽ ഒരു സ്ഥാപനം അടച്ചുപൂട്ടുകയും തങ്ങളുടെ കയ്യിലേക്ക് എടുക്കുകയും ഗവൺമെൻറ് കയ്യിലേക്ക് എടുക്കുകയും ചെയ്യുന്നത് എന്തൊരു നീതിയാണ്! അപ്പോൾ നീതികേടാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ക്രൈസ്തവ മതാധ്യക്ഷന്മാർ പലരും ഇതിനെതിരെ ശക്തമായ വികാരം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളും സംസ്ഥാന ഗവൺമെൻറ് എന്ന നിലക്ക് ഈ കാര്യത്തിലുള്ള വികാരം അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. അടിയന്തരമായി ഇത് പിൻവലിക്കണം എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം. ഏതായാലും നമ്മുടെ നാടിന്, നമ്മുടെ രാജ്യത്തിന് അപകടമുണ്ടാക്കുന്ന ഇത്തരം നീക്കങ്ങൾ ഗുണകരമായിട്ടുള്ളതല്ല. ഇവിടെ ഇത് നടപ്പാക്കുന്നവരാര് എന്താണ് പ്രശ്നം? നടപ്പാക്കുന്നത് BJP ഗവൺമെൻറ്റാണ്. BJPയുടെ നേതൃത്വം ആർക്കാ? RSSനാണ്. RSS രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായി കണ്ടതിൽ 2 പേര് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്. ഈ ആഭ്യന്തര ശത്രുക്കളെ കൈകാര്യം ചെയ്യുന്ന രീതി രാജ്യത്ത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഏതെങ്കിലും ഒരിടത്തല്ലല്ലോ, പലയിടത്ത് നടക്കുകയല്ലേ. സംഘപരിവാറല്ലേ അതിൻ്റെ നേതൃത്വത്തിലുള്ളത് അത്തരം ആക്രമണങ്ങൾ നടത്തുന്നതിന്. സംഘപരിവാർ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇരയാകുന്നവർക്ക് സംരക്ഷണം ഗവൺമെൻറ്റിൽ നിന്നുണ്ടോ? അപ്പോഴും ആക്രമിക്കുന്നവർക്കല്ലേ സംരക്ഷണം, അക്രമികളുടെ കൂടെയല്ലേ നിൽക്കുന്നത്. എന്തുകൊണ്ടാണത്? നേരത്തെ പറഞ്ഞ നയത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ
നീതിന്യായ സംഹിതയിൽ ഏതെങ്കിലും ഗവൺമെൻറ് അക്രമികളുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ അക്രമികളുടെ കൂടെ നിന്ന അനുഭവമല്ലേ ഇവിടെയുള്ളത്? ഇതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരമൊരു നിയമം ആദ്യം കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. ആ നിയമം കൊണ്ടുവരുമ്പോൾ അതിനകത്ത് അന്ന് തന്നെ RSSനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ആ നിയമത്തിൽ ഭേദഗതി വരുത്തി വലിയ തോതിൽ ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്യാനാണ് ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ളത്. അതിലാണ് എല്ലാവരും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഒരു സ്ഥാപനം കണക്ക് കൊടുക്കാൻ വൈകിപ്പോയാൽ ആ സ്ഥാപനം പിടിച്ചെടുക്കുകയും അത് തങ്ങളുടെ വരുതിയിലാക്കുകയും ചെയ്യുക എന്നത് എന്തൊരു നീതിയാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ അനുഭവം, ന്യൂനപക്ഷങ്ങൾക്കുള്ള അനുഭവം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭീതി ഉയർന്നു വന്നിട്ടുള്ളത്. അതൊരു അടിസ്ഥാനരഹിതമായ ഭീതിയാണ് എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളെല്ലാം കാണുന്നത് അത് അടിസ്ഥാനമുള്ള ഭീതിയാണ് എന്ന് തന്നെയാണ്. കേരളത്തിൽ വീടുകൾ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് 4,43,000 വീടുകൾ UDF കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിർമ്മിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ 4,000 വീടുകളെ നിർമ്മിച്ചുള്ളൂ എന്ന് അങ്ങ് ഒരു യമണ്ടൻ നുണ പറഞ്ഞു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രതികരണം? ഇതില് ഞാൻ നുണ പറഞ്ഞതല്ല. ഇപ്പോൾ 2011-16 കാലത്തെക്കുറിച്ച് ഇങ്ങനെയൊരു തെറ്റായ പ്രചരണം കുറച്ച് കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 4 ലക്ഷത്തിലധികം വീട് നിർമ്മിച്ചു എന്നുള്ളത്. യഥാർത്ഥത്തിൽ എത്ര വീട് നിർമ്മിച്ചു എന്നത് അന്നത്തെ മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഇവിടെ ഏതെങ്കിലും കണക്കിൽ ഔദ്യോഗികമായി അംഗീകരിച്ചതോ നാടിൻ്റെ അനുഭവത്തിൽ എവിടെയെങ്കിലും കാണാൻ കഴിയുന്നതോ അല്ല ഈ 4 ലക്ഷം. നമ്മുടെ നാട്ടിലെല്ലാവരും ജീവിക്കുകയാണല്ലോ. ഏതെങ്കിലും ഭാഗത്ത് ഈ പറയുന്ന കണക്കുകളുണ്ടോ, വീടുകളുണ്ടോ? അപ്പോൾ ഒരു തരത്തിലും ശരിയല്ലാത്ത ഒരു കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊരു പ്രത്യേക മികവ് അദ്ദേഹത്തെ പോലുള്ളവർ കാട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്ന കാര്യം. ഇവിടെ ഓർമ്മിക്കേണ്ട കാര്യം, UDF കാലത്ത് ഈ ലൈഫ് മിഷൻ പോലുള്ള ഒരു കേന്ദ്രീകൃത ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടായിരുന്നു. ചെറിയ തുക കൊടുത്ത് വീട് നിർമ്മിക്കുന്ന ഒരു പദ്ധതിയായിരുന്നല്ലോ. ആ പദ്ധതിയുടെ ഭാഗമായി വീട് നിർമ്മിച്ചവർ, നിർമ്മിക്കാൻ പുറപ്പെട്ടവർ പാവങ്ങളല്ലേ, വീട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ലൈഫ് മിഷൻ വന്നപ്പോഴുള്ള അനുഭവം നിങ്ങൾ ഓർക്കുന്നില്ലേ? വിവിധ പദ്ധതികളുടെ ഭാഗമായി വീട് നിർമ്മിക്കുന്നതിൽ തടസ്സം വന്ന് വഴിക്കിട്ടുപോയ വീടുകൾ പൂർത്തീകരിക്കുന്നതിനാണ് ആദ്യം മുൻഗണന കൊടുത്തത്. കാരണം അന്നത്തെ പൈസ വീട് നിർമ്മിക്കാൻ തികയുമായിരുന്നില്ല. പിന്നെ ഈ പാവങ്ങൾക്ക് വീട് നിർമ്മിക്കാനും പറ്റില്ല. ലൈഫ് മിഷനിൽ 4 ലക്ഷം രൂപയാണ് നൽകുന്നത്. അതിൻ്റെ ഭാഗമായി നല്ലൊരു വീട് നിർമ്മിക്കാനാവും. ഈ പുതിയ പദ്ധതി വന്നപ്പോൾ പഴയ കണക്ക് ഏതായാലും വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ ഏത് ലെവൽ വരെ എത്തിയോ അത് കഴിച്ച് ബാക്കിയുള്ള 4 ലക്ഷത്തിൻ്റെ ബാക്കി വരുന്ന എത്രയാണോ അത് കൊടുക്കുക എന്നുള്ള നിലപാടാണ് ആ ലൈഫ് മിഷൻ പദ്ധതിയിലെടുത്തത്. ഇവിടെ നമ്മൾ കാണേണ്ടത്, അന്ന് 2016 ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലമാണല്ലോ 2016. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അന്ന് പറഞ്ഞത്
ഈ പറഞ്ഞ കണക്കല്ല. ഓരോ കൂട്ടരും ഓരോ മേഖലയും കൊടുത്തിട്ടുള്ള കണക്കുകളുടെ വീടുകളുടെ ഒരു കണക്ക് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതെല്ലാം കൂട്ടിയാൽ ആകെ ഞാൻ പറഞ്ഞ 4000 എത്തും, അതിനപ്പുറത്തില്ല. ഇത് ഉമ്മൻചാണ്ടി തന്നെ അസംബ്ലിയിൽ വ്യക്തമാക്കിയ കണക്കാണ്. അപ്പോൾ ഞാൻ നുണ പറയുന്നതല്ല, നുണ നാട്ടിൽ ആരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കാണുന്നുണ്ട്. നുണയെ മാത്രം ആശ്രയിക്കുന്നതിൻ്റെ ഭാഗമായി വീണ്ടും വീണ്ടും ഇത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ കാണേണ്ടത് നമ്മുടെ ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട്, ഓരോ ശൈലികളുണ്ട്. CPIM-ൻ്റെ പതിവും രീതികളും എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കൃത്യമായി ഈ പിരിച്ച തുക ഏതാവശ്യത്തിനാണോ ആ ആവശ്യത്തിന് ചെലവിടും എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഏത് കാര്യമായാലും ഏത് കാര്യത്തിനും CPIM പണം പിരിക്കാറുണ്ട്. പക്ഷേ എപ്പോഴും ആ പിരിച്ച പണം ഏതാവശ്യത്തിനാണോ അതിന് ചെലവിടുന്നതാണ് രീതി. അതുകൊണ്ട് തന്നെ ജനങ്ങൾ CPIM-നെ വിശ്വാസത്തിലെടുത്ത് ചോദിക്കുന്ന കാര്യങ്ങൾ അതിന് തന്നെ നിർവഹിക്കുമെന്ന ധാരണയിൽ പണം നൽകുകയും ചെയ്യും. ഇതിനു മുൻപും വിവിധ സ്ഥലങ്ങളിൽ ദുരന്തങ്ങളുണ്ടായപ്പോൾ CPIM സഹായിച്ചിട്ടുണ്ട്. എല്ലാം ആ പിരിച്ച പണം മുഴുവൻ സഹായിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇത്തരമൊരു ഘട്ടത്തിൽ CPIM-ൻ്റെ വ്യക്തമായ നില അറിയാമെങ്കിലും ഒന്നിരിക്കട്ടെ എന്ന് വെച്ച് CPIM-നെതിരെ ഒരാക്ഷേപം ഉന്നയിച്ചതാണ്. അതിനിപ്പോൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തന്നെ പൂർണ്ണമായി വ്യക്തത വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. ആർക്കും സംശയമില്ലാത്തൊരു കാര്യമാണ്. എങ്കിലും ഉന്നയിക്കപ്പെട്ടൊരു കാര്യം എന്നുള്ള നിലക്ക് അതിന് വ്യക്തത വരുത്തി കഴിഞ്ഞു. പിരിച്ച സംഖ്യയും കൊടുത്ത സംഖ്യയും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളത്, അതാണ് വസ്തുത. അല്ല, അതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. നമ്മുടെ വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായി അവിടെ വീടുകൾ നിർമ്മിച്ച് നൽകുക എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ട കാര്യമാണ്. അതിൽ അവരോടാണ് ആദ്യം ചോദിച്ചത്, എങ്ങനെയാണ് നിങ്ങളുടെ പുനരധിവാസം വേണ്ടത്, സർക്കാർ ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാണ്. നിങ്ങൾ പുനരധിവാസത്തിൻ്റെ ഭാഗമായി സഹായം തന്നാൽ ഞങ്ങൾ ഓരോ കൊമ്പത്തായി പോകും. ഞങ്ങളെല്ലാവരും കൂടി ഒരിടത്ത് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം. അങ്ങനെയാണ് ടൗൺഷിപ്പിൻ്റെ ആലോചന തുടങ്ങുന്നത്. അവർ നല്ല രീതിയിൽ സ്വാഗതം ചെയ്തു. ടൗൺഷിപ്പിൻ്റെ അത്തരമൊരു ആശയം വന്നപ്പോൾ അന്ന് തൊട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പ്രതിപക്ഷവുമായി നടത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവും ഉപനേതാവുമായി നടത്തുന്നുണ്ട്. അവർ കൂടി സമ്മതിച്ച കാര്യങ്ങളാണ് പൊതുവെ നടപ്പാക്കപ്പെടുന്നത്. അന്ന് കണ്ടത് സ്ഥലമെടുക്കുക, വീട് നിർമ്മിക്കുക, വീട് ഏകീകൃത രൂപത്തിലാവുക, ആ വീടിന് ഇപ്പോൾ വീടിൻ്റെ ഓഫർ നൽകിയവർ കുറേ ആൾക്കാരുണ്ട്. അവരോട് പണം വാങ്ങുക, അവരിൽ നിന്ന് ഒരു വീടിൻ്റെ പണം കണക്കാക്കി ആ പണം വാങ്ങുക, വീട് ഏകീകൃത രൂപത്തിൽ നിർമ്മിക്കുക. ഇതൊക്കെ ധാരണയായ കാര്യമാണ്. പക്ഷേ അന്ന് തന്നെ ഓരോരുത്തരുടെയും രീതിയും ശീലമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ചില സംശയങ്ങളുണ്ടായിരുന്നു. ഈ ഇത്ര വീട് തരാമെന്നൊക്കെ പറയുമ്പം ചിലർ ആ വീട് തരുമോ, അതിന് പൈസ തരുമോ എന്നുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു, ഈ ആര് പൈസ തന്നാലും തന്നില്ലെങ്കിലും ഈ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അത് സർക്കാർ നിറവേറ്റുക തന്നെ ചെയ്യും.
അതാണ് സർക്കാർ ഇപ്പോൾ ചെയ്തത്. ഈ വാഗ്ദത്തത്തിൽ നിന്ന് പലരും പിൻവാങ്ങി. അപ്പോൾ ചിലരെങ്കിലും കരുതിയിട്ടുണ്ടാവും അവരുടെ കയ്യിൽ കാശുണ്ട് എന്നുള്ളത്. എന്നാൽ കാശില്ല എന്നിപ്പോൾ വ്യക്തമായല്ലോ. എവിടെയും കാശില്ല എന്നല്ലേ വന്നത്. കണക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ കണക്ക് പറയാനില്ലല്ലോ. ഇപ്പോഴും വ്യക്തത വരുത്തുന്നില്ലല്ലോ. എവിടെയും ആ പണമില്ലല്ലോ. അപ്പോൾ അതൊരു ഇതുപോലൊരു കാര്യത്തിൽ അതീവ ഗൗരവമായി കാണേണ്ട കാര്യമാണ്. ഇപ്പം മാത്രമല്ല, നാളെയും അത് ഗൗരവമായി കാണേണ്ടതാണ്. ഇതുപോലുള്ള ദുരന്തഘട്ടത്തിൽ ഇത്തരം പിരിവുകൾ നടത്തി അത് മറ്റു വഴിക്ക് സ്വന്തം കാര്യത്തിന് അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നത് ശരിയാണോ? അതിനെന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും? ഭാവിയിലും ആലോചിക്കേണ്ട ഒരു വിഷയമായിരിക്കും അത്. ഇതിപ്പോൾ വളരെ കടന്നുപോയത് കൊണ്ട് നമുക്ക് ഇവിടെ നിർത്താൻ തോന്നും. ബാക്കി പിന്നീടാകാം.